പിണറായി ചെയ്യുമ്പോൾ ഇത് ധൂർത്താവുന്നതും സതീശൻ ചെയ്യുമ്പോൾ ധൂർത്താവാത്തതും എന്താണ്? അവിടെയാണ് നിങ്ങൾ ഇത്തവണ സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തതിലുള്ള ഒരു പ്രത്യേകത ഓർക്കേണ്ടത്. അതിരൂക്ഷമായ മഴയാണ് കേരളത്തിൽ. പലയിടത്തും പ്രളയക്കെടുതികൾ ആരംഭിച്ചു. നിരവധി പേർ ഇതിനോടകം മരിച്ചു. പറ്റാവുന്ന ആളുകളൊക്കെ അരയും തലയും മുറുക്കി ഈ ദുരന്ത മേഖലയിൽ രംഗത്തിറങ്ങണമെന്നാണ് ആദ്യമേ അപേക്ഷിക്കാനുള്ളത്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ സർക്കാർ സംവിധാനങ്ങൾ സുസജ്ജമല്ല എന്നുള്ളതാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ. സാധാരണ ഇത്തരം പ്രളയവും അല്ലെങ്കിൽ മഴയൊക്കെ വരുന്ന സമയത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുറയ്ക്ക് അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം വലിയ 2 പ്രളയങ്ങൾ നേരിട്ട അനുഭവമുണ്ട്. അതുകൊണ്ട് ഈ പ്രളയം എപ്പോഴും പ്രതീക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കാറുണ്ട്. ആ അനുഭവം ഇത്തവണ ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ചില കാര്യങ്ങൾ, ചില ആളുകളുടെ പ്രതികരണങ്ങൾ മാത്രം, ദുരന്ത പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ മാത്രം കേട്ടാൽ, അത് എല്ലാം ഞാൻ കേൾപ്പിക്കുന്നില്ല, ചില പ്രതികരണങ്ങൾ മാത്രം കേൾപ്പിക്കാം. തെരച്ചിൽ നടക്കുന്നു കണ്ടില്ല. 5 മണിയായിട്ട് 5 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് പറഞ്ഞു കണ്ടില്ല. ഞങ്ങൾ 5:30 അവിടെ ഉണ്ട്. 5:30 പോയതിനു ശേഷം 6-6:15 ഇവിടുന്ന് പോലീസ് വരുന്നത്. അതുവരെ ഒരു തെരച്ചിലില്ല. ഇവിടെ വിളിച്ചു പറഞ്ഞ് കോസ്റ്റ് ഗാർഡ് ഉണ്ട്, അവരുണ്ട് തെരച്ചില്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു അപകടം നടക്കുമെന്ന് അവർക്കറിയാം. മഴയും കാറ്റും വരുമ്പോൾ അപകടം നടക്കുമെന്ന് അവർക്കറിയാം. അപ്പൊ എന്തുകൊണ്ട് ഒരു കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിനെ അവിടെ നിയമിച്ചില്ല? ഈ 2 ജീവനും കല്ലിൽ പിടിച്ചു കിടന്ന ജീവനാണ്. ആരും വന്നിട്ടില്ല. ഞങ്ങൾ ഈ കാണുന്നവരൊക്കെ ഉള്ളൂ. ഇവിടെ ആരും ഒരു സജ്ജീകരണം ഉണ്ടായിട്ടില്ല. ആ വീട്ടില് 3 പേര് ആ വീടിന്റെ മണ്ടയ്ക്ക് തന്നെ നിൽക്കുക, പ്രായമുള്ളവരാ. അവർക്ക് ഇതുവരെ ഇറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ആ പേരുടെ മണ്ടയ്ക്ക് തന്നെ ഇരിക്കുക. ഇവർക്കും ഇറങ്ങാൻ പറ്റത്തില്ല. ഇവർക്കും വീടിന്റെ മണ്ടയ്ക്ക് നിൽക്കുക. എത്ര നേരമായിട്ട് നമ്മുടെ ഇവിടുത്തെ അധികാരികളെ ആരെയും കണ്ടില്ല എന്നുള്ളതാണ്. ഞാൻ രാവിലെ ഒരാൾ പോലും കഴിഞ്ഞ പ്രാവശ്യം 2018 വെള്ളപ്പൊക്കത്തിൽ ഞാൻ ഒത്തിരി പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ സഹകരിച്ചെന്ന് പറഞ്ഞാൽ NDRFന്റെ കൂടെ തന്നെ കട്ടയ്ക്ക് നമ്മളുണ്ടായിരുന്നു. പക്ഷേ ഈ നേരം വരെ ഒരാളെ പോലും നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പൊ തന്റെ ലോട്ടറി കടയിലെ ഒരു ചേട്ടനെ കൊണ്ട് ഞാനിപ്പം അതിന്റെ മണ്ടയ്ക്ക് വന്ന് വയ്യാത്ത മനുഷ്യന് അയാളെ എടുത്തു. നോക്കൂ, ഒരു ദുരന്തം മുൻകൂട്ടി അറിയുന്ന ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പോലും വേണ്ടത്ര ജാഗ്രത കാണിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല എന്ന് ദുരന്തബാധിതരും ആ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ അവിടുത്തെ നാട്ടുകാരും പറയാണ്. ഈ സമയമായിട്ട് പോലും ആരും വന്നിട്ടില്ല. നോക്കൂ, ഇതേ സമയത്ത് മറ്റൊരു വാർത്ത വന്നു. അതെന്തായിരുന്നു? നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ സുഖമില്ലാണ്ട് കിടക്കുന്ന അമ്മായിച്ചനെ കാണാൻ മൂപ്പര് ജുമാഅത്ത് പള്ളിൻ്റെ ഉള്ളിൽ കൊതു കയറിയമാതിരി ഒരു വലിയൊരു ഹെലികോപ്റ്ററിനകത്ത് കയറി യാത്ര ചെയ്തു. എവിടേക്ക്? തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക്. കൊച്ചിയിലെത്തിയപ്പോൾ കാലാവസ്ഥ മോശം. അപ്പോൾ മൂപ്പര് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വിട്ടു. എന്നിട്ട് തിരുവനന്തപുരത്ത് കാത്തുനിന്നു. കാലാവസ്ഥ മാറിയപ്പോൾ വീണ്ടും കൊച്ചിയിലേക്ക് ഒരു ഹെലികോപ്റ്ററിനകത്ത് വീണ്ടും കൊച്ചിയിൽ പോയി അവിടെ ഇറങ്ങി അമ്മായിയച്ഛനെ കണ്ടു തിരിച്ചിങ്ങോട്ട് പോന്നു. നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. കൈരളിയിലാണ് ഇത് ആദ്യമായിട്ട്, ഓൺലൈനിലാണ് ഈ വാർത്ത വന്നത്. ആ വാർത്ത എല്ലാവരും ഷെയർ ചെയ്ത് വിവാദമായതോടെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ മോശം പറയരുതല്ലോ, അതിനു മുമ്പ് മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ മാധ്യമത്തിൻ്റെ പേരാണ് മനോരമ. ആ വാർത്ത നിങ്ങളൊന്ന് വായിക്കണം. മഴ, മുഖ്യമന്ത്രിക്ക് കൊച്ചിയിൽ ഇറങ്ങാനായില്ല. നെടുമ്പാശ്ശേരി കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് മുഖ്യമന്ത്രി VD സതീശൻ സഞ്ചരിച്ച ഹെലികോപ്റ്റർ കൊച്ചിയിൽ ഇറങ്ങാതെ തിരികെ തിരുവനന്തപുരത്തേക്ക് പോയി. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. പിന്നീട് കാലാവസ്ഥ സാധാരണ നിലയിലായതിനെ തുടർന്ന് 2:15 മടങ്ങിയെത്തി. ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഭാര്യ പിതാവ് വേലായുധം കുട്ടിയെ സന്ദർശിക്കാനാണ് മുഖ്യമന്ത്രി അടിയന്തരമായി കൊച്ചിയിലെത്തിയത്. ഈ വാർത്ത VD സതീശനുമായി ബന്ധപ്പെട്ടതായത് കാരണം ഒറ്റ കോളത്തിൽ ആ ഹെഡിങ് ശ്രദ്ധിച്ചോ? മഴ, മുഖ്യമന്ത്രിക്ക് ഇറങ്ങാനായില്ല എന്ന് പറഞ്ഞ് കൊടുത്തു. ഈ വാർത്ത പൂർണ്ണമായും എത്ര പേര് വായിക്കുന്നുള്ള അറിയില്ല. അങ്ങനെ വായിച്ച ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ മാത്രമാണ് മൂപ്പർ എന്തിനാണ് കൊച്ചിയിലേക്ക് പോയതെന്നുള്ള അറിയുള്ളൂ. മനോരമയ്ക്ക് ആ കാര്യത്തിൽ നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അമ്മായിയച്ഛനെ കാണാൻ പോയത് വാർത്തയിൽ കൊടുക്കണം. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്ന് വരുത്തിത്തരും. ഇത് മനോരമ ഈ വാർത്ത ഒരു 3 മാസം മുമ്പ് പിണറായി മുഖ്യമന്ത്രിയാവുന്ന സമയത്താണ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും? ഒരു 5 കോളം വാർത്ത ഉണ്ടാവും. വലിയ വെണ്ടക്കാക്ഷരത്തിൽ ഹെഡിങ് ഉണ്ടാവും. എന്തായിരിക്കും ഹെഡിങ്? സാധാരണക്കാരൻ്റെ നികുതി പണം കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദൂർത്ത്, ബന്ധുവിനെ കാണാൻ അല്ലെങ്കിൽ അമ്മായിയച്ഛനെ കാണാൻ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് 2 തവണ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു. ഇതെന്ത് ഭരണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഹെഡിങ്, അല്ലേ? എന്നാൽ VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ VD സതീശന് മനോരമ കൊടുക്കുന്ന ഒരു പ്രിവിലേജ് മനോരമ മാത്രം കൊടുക്കുന്നതാണോ? അല്ല. ഈ വാർത്ത ഇന്ന് വിവാദമായതോട് കൂടിയിട്ടാണ് മറ്റു ചാനലുകൾ ഇത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചാനലുകൾക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾക്ക് അറിയാമല്ലോ മുഖ്യമന്ത്രി ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂൾ എന്താണെന്നുള്ളത്.
ആ ഷെഡ്യൂൾ തെറ്റിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അന്വേഷിക്കുമല്ലോ എന്തിനാ പോയത്. നമുക്ക് എനിക്ക് വലിയ കൗതുകം തോന്നിയ മീഡിയ വൺ ചാനൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു 1.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വാർത്തയിൽ ഒരു സ്ഥലത്തും ഈ പറയുന്ന ഹെലികോപ്റ്റർ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് തിരിച്ചിറക്കിയെന്നും പിന്നീട് വീണ്ടും കൊച്ചിയിലേക്ക് പോയി എന്നുള്ള വാർത്ത പറഞ്ഞു എന്നല്ലാതെ അവതാരകനോ റിപ്പോർട്ടറോ ഒരു സ്ഥലത്തും പറയുന്നില്ല എന്തിനാണ് പോയതെന്നുള്ളത്. ഇന്ന് വിവാദമായതോടുകൂടി വീണ്ടും ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് എന്തായിരുന്നു ഈ ഹെലികോപ്റ്ററിനോടും അന്നത്തെ മുഖ്യമന്ത്രിയോടുമുള്ള നിലപാട്? 2023 ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു വാർത്തയുടെ ഹെഡിങ് എങ്ങനെയാണ്? മുഖ്യമന്ത്രിക്കായി ഹെലികോപ്റ്റർ, ദൂർത്തിന്റെ അങ്ങേയറ്റം, രൂക്ഷ വിമർശനവുമായി വി.ഡി. സതീശൻ. വാർത്ത വന്നത് 2023 ഓഗസ്റ്റ് 31 ഏകദേശം 2-3 വർഷം മുമ്പ് വി.ഡി. സതീശന്റെ നിലപാട് ദൂർത്തിന്റെ അങ്ങേയറ്റമാണ് ഹെലികോപ്റ്റർ. എന്നാൽ അതേ വി.ഡി. സതീശനാണ് സ്വന്തം അമ്മായി അച്ഛന് സുഖമില്ലാതെ കിടക്കുമ്പോൾ ഈ ഹെലികോപ്റ്ററിൽ 2 തവണ കൊച്ചി ടു തിരുവനന്തപുരം യാത്ര നടത്തിയത്. ഒരു പ്രശ്നമില്ല, മൂപ്പർക്ക് അത് ദൂർത്തായി തോന്നുന്നില്ല. പിണറായി ചെയ്യുമ്പോൾ ഇത് ദൂർത്താവുന്നതും സതീശൻ ചെയ്യുമ്പോൾ ദൂർത്താവാത്തതും എന്താണ്? അവിടെയാണ് നിങ്ങൾ ഇത്തവണ സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തതിലുള്ള ഒരു പ്രത്യേകത ഓർക്കേണ്ടത്. ഒരുപാട് പ്രത്യേകത ഉണ്ടെങ്കിലും ഈ തവണ സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴുള്ള ഒരു പ്രത്യേകത എന്തായിരുന്നു? അത് സതീശന്റെ സത്യപ്രതിജ്ഞയിൽ അദ്ദേഹത്തിന്റെ പേരിന് മുമ്പ് പറഞ്ഞ 2 പേരുകളാണ്. ഒന്ന് ജാതി പേരും ഒന്ന് മൂപ്പരുടെ അച്ഛൻ്റെ പേരും. മൂപ്പരോട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു പറഞ്ഞു, എനിക്ക് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എൻ്റെ അച്ഛന് ഓർമ്മ വന്നു എന്ന് വെച്ചാൽ മൂപ്പരെ പറയാതെ പറഞ്ഞു വെച്ചത് അതിന് 5 തവണ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വന്നില്ല, അച്ഛൻ്റെ ജാതി ഓർമ്മ വന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയാവുന്ന ഉറപ്പിച്ചപ്പോൾ മൂപ്പർക്ക് അച്ഛൻ്റെ ജാതി ഓർമ്മ വന്നു, അച്ഛൻ്റെ പേര് ഓർമ്മ വന്നു. അതുവരെ നമ്മൾ ഈ അച്ഛനെക്കുറിച്ചോ അച്ഛൻ്റെ ജാതിയെക്കുറിച്ചോ കേട്ടിട്ടില്ല. സതീശൻ്റെ അച്ഛൻ്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടോ? പിണറായിയുടെ അച്ഛനെ കുറിച്ചും പിണറായിയുടെ അച്ഛൻ്റെ ജോലിയെക്കുറിച്ചും ജാതിയെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണ ഉണ്ട്. എന്താ അത് പുകഴ്ത്തി പറഞ്ഞതല്ല, പിണറായിയെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട് ചെത്തുകാരൻ കോരന്റെ മകൻ എന്ന് ആവർത്തിച്ച് കോൺഗ്രസ്സുകാരും ലീഗുകാരും വിളിച്ചതുകൊണ്ടാണ്. അതിലേക്കാൻ വരാം. ഇവിടെയോ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു മേനോൻ, വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ. മേനോനാണെങ്കിൽ നിങ്ങൾക്ക് അമ്മായി അച്ഛനെ കാണാൻ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കാശ് എടുത്തിട്ട് സാധാരണക്കാരൻ്റെ നികുതി പണം എടുത്തിട്ട് 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കാലാവസ്ഥ മോശമായി ഇങ്ങോട്ട് വരിക, തിരിച്ചങ്ങോട്ടന്നെ ഒരു കുഴപ്പമില്ല. മേനോനാണല്ലോ അത്. കണ്ണി കണ്ട ചെത്തുകാരൻ കോരൻ്റെ മകനൊന്നും പാടില്ല. നോക്കൂ, ബാക്കിയുള്ള കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFന്റെ ഘടകകക്ഷികളെ കൂടെ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, കഴിഞ്ഞ വഖഫുമായി ബന്ധപ്പെട്ട വലിയൊരു ഐതിഹാസിക സമ്മേളനം നടത്തിയല്ലോ കോഴിക്കോട്, വലിയ പ്രകടനവും പ്രക്ഷോഭമൊക്കെ. വിഷയം വഖഫാണ്, പക്ഷേ അതിൻ്റെ പ്രകടനത്തിൽ മൊത്തം വിളിച്ച മുദ്രാവാക്യം പിണറായിക്കെതിരെയായിരുന്നു. എങ്ങനെയാണ് ആ മുദ്രാവാക്യം? ചെത്തുകാരൻ കോരൻ്റെ മകന് സ്ത്രീധനം കിട്ടിയതല്ല കേരളം. നോക്കണേ, ആരെ വിളിക്കുന്നത്? മുസ്ലിം ലീഗ്, മുസ്ലിം മതത്തെ പ്രതിനിധീകരിക്കുന്ന, അതിൻ്റെ സാംസ്കാരിക ഉന്നതിയെ പ്രകീർത്തിക്കുന്ന ആളുകളെന്ന് സ്വയം അവകാശപ്പെടുന്നു. ഇതാ മതത്തിൻ്റെ. ആ മതം ചില കാര്യങ്ങൾ, ചില മൂല്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സമൂഹത്തിന്. അറിയാമോ? ബിലാൽ എന്ന് പറയുന്ന ഒരാളെ കേട്ടിട്ടുണ്ടോ? മുസ്ലിം മതവിശ്വാസികൾ ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന് പറയും. ബിലാൽ എന്ന് പറയുന്ന ആ വ്യക്തി ഒരു അടിമ വിഭാഗത്തിൽ ജനിച്ച ആളാണ്, കറുത്ത വർഗ്ഗക്കാരനാണ്, കുറിയവനാണ്. ശാരീരികമായും ജാതിപരമായും പറയുകയാണെങ്കിൽ, അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിൽ ഏറ്റവും താഴെ തട്ടിൽ പരിഗണിക്കപ്പെട്ടിരുന്ന ബിലാൽ മുസ്ലിം മതവിശ്വാസിയായി. അദ്ദേഹത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. മറ്റാർക്കും കൊടുക്കാത്ത, ആ വിഭാഗത്തിൽ മറ്റാർക്കും കിട്ടാത്ത ഒരു പണി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. പള്ളിയിൽ നമസ്കാരത്തിന് സമയമാവുമ്പോൾ അറിയിക്കാനുള്ള ബാങ്ക് വിളി ഉണ്ടല്ലോ, ആ പണി ഏൽപ്പിച്ചു കൊടുത്തു. ചരിത്രത്തിൽ പറയുന്നത്, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് ഏറ്റവും മനോഹരമായ ബാങ്ക് വിളിയായിരുന്നു ബിലാലിൻ്റെ. അറേബ്യയിലെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും ബിലാലിൻ്റെ ബാങ്ക് വിളി സംഗീതം പോലെ ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ്. ആ ബിലാലിനെ ചേർത്ത് നിർത്തിയ മതമാണ് ഇസ്ലാം മതം. ആ ബിലാലിനെ ചേർത്ത് നിർത്തിയ പ്രവാചകന്റെ പേരാണ് മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബിയാണ് ഞങ്ങളുടെ പ്രവാചകനെന്നും ആ ഇസ്ലാമാണ് ഞങ്ങളുടെ മതമെന്നും ആവർത്തിച്ചു പറയുന്ന മതം എന്ന് ആവർത്തിച്ചു പറയുന്ന KM ഷാജിക്കും കൂട്ടർക്കും ഇപ്പോൾ ഈ പിണറായിയുടെ കാര്യം പറയുമ്പോൾ ജാതി അധിക്ഷേപം, തൊഴിൽ അധിക്ഷേപം, ഇതാണ് പ്രശ്നം. ഇതാണ് ഇത് അടിമുടി ഈ മുസ്ലിം ലീഗിനകത്തും കോൺഗ്രസിലും ഈ ജാതീയ ചിന്തയുണ്ട്. അതുകൊണ്ട് പിണറായി, നിങ്ങൾ കാറിൽ തന്നെ പോകാൻ പാടില്ല, പിന്നല്ലേ ഹെലികോപ്റ്റർ. പിണറായി എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചോ? ഇല്ല. എന്താ പ്രശ്നം? ഹെലികോപ്റ്റർ നിങ്ങൾ എന്തിനു ഉപയോഗിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ അതിനകത്ത് കയറാൻ യോഗ്യനല്ല. എന്താ പ്രശ്നം? നിങ്ങൾ കോരൻ്റെ മകനാണ്. നിങ്ങൾ ജാതിയില്ലാത്ത അല്ലെങ്കിൽ അവർണ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും നീച ജാതിയിൽപ്പെട്ട ആളാണ്. ഏത് നൂറ്റാണ്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? പക്ഷേ
ഇവിടെ സ്വന്തം അമ്മായിയച്ഛനെ കാണാൻ നമ്മുടെയൊക്കെ നികുതി പണം എടുത്തിട്ട് 2 തവണ പോയി വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ലാത്തത് എന്തുകൊണ്ടാണ്? പൂക്കി മേനോനാണ്. അവിടെ കുഴപ്പമില്ല, അവിടെ പോയി കാണാം. അമ്മായിയച്ഛന് സുഖമില്ലാതൊക്കെ കിടക്കുമ്പോൾ പോയി കാണാം. ഇനി ആരുടെയെങ്കിലും കുടുംബത്തിൽ ആരുടെയെങ്കിലും ബന്ധുവിൻ്റെ ബന്ധുവായിട്ടുള്ള ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ കാണാനോ അല്ലെങ്കിൽ 28-നോ ഒക്കെ പോവാം, ഒരു കുഴപ്പമില്ല. കാരണം എന്താ? മേനോനാണ് മുഖ്യം. ഇതാണ് പ്രശ്നം. അടിസ്ഥാനപരമായിട്ട് മനുഷ്യനാവാൻ നോക്ക്. വി ഡി സതീഷിനോടും കൂടിയിട്ടാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ചില പഴഞ്ചൊല്ലുകൾ പറയാറുണ്ട്. റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച ചക്രവർത്തിയെക്കുറിച്ച് പറയാറുണ്ട്. അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രസവവേദന, മകൾക്ക് വീണവായന എന്ന് പറയാറുണ്ട്. അതേ നിലയ്ക്കാണ് ഇപ്പോൾ വി ഡി സതീശൻ. കൃത്യമായി കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സജ്ജമായ സർക്കാർ സംവിധാനങ്ങളുണ്ട്. അത് മുൻ അനുഭവത്തിൻ്റെ കൂടി വെളിച്ചത്തിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുണ്ട്. ആ സർക്കാർ സംവിധാനങ്ങളെ ക്രമീകരിക്കാൻ നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ട ആൾ ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ രൂക്ഷത കൂടും. വി ഡി സതീഷിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ പൊങ്കാലയാണ് നടക്കുന്നത്. നിങ്ങളൊന്ന് പരിശോധിച്ചു. വി ഡി സതീഷ് നിങ്ങൾ ഫേസ്ബുക്കിലൊന്ന് നോക്കിയിട്ട് നോക്കൂ. വി ഡി സതീഷിന് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്നുള്ള ആൾക്ക് 3 ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം കൊണ്ട് ഇന്നിട്ടത്. ആ 3 ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കടിയിലും പൊങ്കാലയാണ് നടക്കുന്നത്. പൊങ്കാല ഈ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഒരു സംവിധാനത്തെ ആകെ തകിടം മറിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ കേരളത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ആകെ താല്പര്യപൂർവ്വം വി ഡി സതീശൻ ചെയ്യുന്നത് സംഘപരിവാറുകാരെ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും തിരികെ കയറ്റാനുള്ള വ്യഗ്രത മാത്രമാണ്. അവരെ കാണാനും കേൾക്കാനും സമയമുണ്ട്. കോൺഗ്രസ്സുകാർ ഇക്കാര്യം പറയാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് KSUവിൻ്റെ നേതാവായാലും KPCCയുടെ ജനറൽ സെക്രട്ടറി ആയി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായാലും കാണാനേ സമയമില്ല. പക്ഷേ സംഘികൾക്ക് പച്ച പരവതാനി വിളിച്ച് സ്വീകരിക്കും. അവർ പറയുന്ന പോലെ ഭരണം നടത്തുകയും ചെയ്യും. എന്ത് ഭരണം ഹേ, കഷ്ടം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.